ദി മോസ്റ്റ് ട്രസ്റ്റഡ് ഇലക്ട്രിക് ബ്രാൻഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വാഹനമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് വന്നിരിക്കുന്നത്. അത് BYD Atto 3 ആണ്. അപ്പോൾ BYD എന്താണ് ഇത്രയും ട്രസ്റ്റഡ് ആണെന്ന് പറയാൻ കാരണം, ഒന്ന് ഇവൻ്റെ ബാറ്ററി ടെക്നോളജിയാണ്. ഒരു ബ്ലേഡ് ബാറ്ററി ടെക്നോളജിയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലിഥിയം അയൺ ബാറ്ററിയുടെ മറ്റൊരു പതിപ്പെന്നാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ടെസ്ല വരെ യൂസ് ചെയ്യുന്നത് BYD ബാറ്ററിയാണ്. എന്തിന്, ഇനി വരാനിരിക്കുന്ന മാരുതിയുടെ ഇലക്ട്രിക് വെഹിക്കിൾസും യൂസ് ചെയ്യാൻ പോകുന്നത് ഈ BYD ബാറ്ററിയാണ്. നമ്മൾ വിശ്വസിക്കാം നമുക്ക്. മറ്റു പല ഇലക്ട്രിക് ബ്രാൻഡ്സും അവർ കമ്പനി ഒരു റേഞ്ച് പറയും, നമ്മുടെ റിയൽ ലൈഫിൽ മറ്റൊരു റേഞ്ച് കിട്ടും. ഇത് എങ്ങനെയൊക്കെ ഓടിച്ചാലും കമ്പനി പറയുന്നതിന് അടുപ്പിച്ചുള്ള റേഞ്ച് കിട്ടുമെന്നുള്ളതാണ് BYD രണ്ടാമത്തെ BYD നമ്മുടെ ഏറ്റവും ട്രസ്റ്റഡ് ഒരു ഇലക്ട്രിക് ബ്രാൻഡായി മാറാനുള്ള കാരണം. മൂന്നാമത്തെ, ഇതൊരു പക്ക ഡെഡിക്കേറ്റഡ് ഒരു ഇലക്ട്രിക് ബ്രാൻഡാണ് BYD. വർഷങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഇലക്ട്രിക് ബസ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു, നമ്മുടെ ഫോണിൽ ബാറ്ററി പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ ബാറ്ററി ഫീൽഡിൽ, ഈ ഒരു ഇലക്ട്രോണിക് ഫീൽഡിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് BYD. ബിൽഡ് യുവർ ഡ്രീംസ് എന്നാണ് ഈ കമ്പനിയുടെ ഫുൾ നെയിം വരുന്നത്, ഫുൾ ഫോം വരുന്നത്. അപ്പോൾ അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ബ്രാൻഡ് വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെതായ ഗുണഗണങ്ങളെല്ലാം നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കും. ഒരു കുറ്റവോ കുറവോ എനിക്ക് ഈ വാഹനം ഇത്ര നേരം ഓടിച്ചിലായിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ആയാലും, ഫീച്ചേഴ്സ് ആയാലും, ലുക്കായാലും, പെർഫോമൻസ് ആയാലും ഒരു രക്ഷയില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഡിസൈൻ വൈസ് നോക്കാം. അപ്പോൾ ഡിസൈൻ വൈസ് നോക്കാൻ നേരത്തെ നമുക്ക് ജസ്റ്റ് ഒരു വാക്ക് റൗണ്ട് നടത്തിയാൽ, കാരണം വാഹനം ലോഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ ഇന്ത്യൻ റോഡ്സിലേക്ക് ഇപ്പോൾ നിങ്ങൾ നിരവധി വാഹനങ്ങൾ കാണാനിടയായിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഇതിൻ്റെ റിവ്യൂ ഇപ്പോഴാണ് നിങ്ങളോട് മുമ്പിലോട്ട് ചെയ്തെത്തിക്കുന്നത്. നമുക്ക് സമയത്തിൻ്റെ ചെറിയൊരു പരിമിതി ഉണ്ട്, ലൈറ്റൊക്കെ ഇപ്പോൾ പോകും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ജസ്റ്റ് ഇതിനൊരു വാക്ക് റൗണ്ട് റിവ്യൂ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ, ഫ്രണ്ടിൽ തന്നെ കാണാം നമുക്ക് BYD എന്നുള്ളൊരു ബാഡ്ജിങ് അവിടെ കാണാം. അവിടെ ഒരു ബ്രസ്റ്റ് അലൂമിനിയം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ക്ലോസ്ഡ് ഭാഗങ്ങളാണ് ഫ്രണ്ടിൽ മുഴുവൻ കാണുന്നത്. കാരണം ഒരു ഇലക്ട്രിക് വാഹനം ആയതുകൊണ്ട് തന്നെ എയർ ഡാമോ അല്ല എയർ ഇൻടേക്കിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല. എങ്കിലും തൊട്ട് താഴെ നമുക്കൊരു എയർ ഇൻടേക്കിൻ്റെ ഒരു ഭാഗം സ്കിപ്പ് ലൈനിൻ്റെ പോർഷനിലായിട്ട് കാണാം. പിന്നെ ഈ ഒരു ബ്ലൂ കളറും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറാണ്. ഒരു ഇലക്ട്രിക് കാറിന് ചേരുന്നൊരു കളർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് കാണാം അങ്ങേറ്റം സ്ലീക്കായിട്ടുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മെട്രിക്സ് ഇൻഡിക്കേറ്ററും LED സെറ്റപ്പുള്ള പ്രൊജക്ടർ ലാംപ്സാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അതുമൊക്കെ അങ്ങേറ്റം പ്രീമിയം ലുക്കിങ് തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. ഒരു കൂപ്പേ സ്റ്റൈലിംഗ് ആണ് മൊത്തത്തിൽ. ഫ്രണ്ട് പ്രൊഫൈൽ കണ്ടാലും സൈഡ് പ്രൊഫൈൽ കണ്ടാലും ഒക്കെ ഒരു കൂപ്പേ സ്റ്റൈലിംഗ് നടക്കുന്ന അങ്ങേറ്റം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് കാർ കാണുന്നൊരു ഫീൽ തീർച്ചയായിട്ടും ലഭിക്കും. ഇനി നമുക്ക് സൈഡ് പ്രൊഫൈലിൽ പോയിട്ട് അവിടെ എങ്ങനെ നോക്കാം. സൈഡ് പ്രൊഫൈൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരു കൂപ്പേ സ്റ്റൈലിംഗ് ഉള്ള ഒരു വാഹനമാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു SUV-യുടേതായ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നല്ല സ്റ്റേബിൾ ആണ് വാഹനം. റോഡെ പിടിച്ചു പോകുന്നൊരു ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. ഡ്രൈവിൻ്റെ സമയത്ത് നമുക്ക് തികച്ചും ഗുണം ചെയ്യും. എങ്കിലും ഒട്ടും അടിതട്ടാത്ത രീതിയിൽ തന്നെ ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട്. അലോയ് വീൽ ഡിസൈൻ എടുത്തു പറയേണ്ടതാണ്. ഒരു കിടിലൻ ടയർ പ്രൊഫൈലാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഇതിൻ്റെ കൃത്യമായ ടയർ സൈസ് വരുന്നത് 215, 55, 18 ഇഞ്ച് ടയറാണ് കൊടുത്തിട്ടുള്ളത്. ഡ്യുവൽ ടോൺ അലോയ് വീൽ നമുക്ക് കാണാം. BYD ലോഗോയും തൊട്ട് നടുക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സി പില്ലറിലും നമുക്കൊരു 3D പാറ്റേൺ ഉള്ളൊരു ബ്രഷ്ഡ് അലൂമിനിയം കളറിലൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതും കൊള്ളാം. ചുറ്റും ബോഡി ലൈൻ ഒരു ക്രോം സ്ട്രിപ്പ് പോകുന്നതായിട്ട് കാണാം. റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ടിൻഡഡ് ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ് കമ്പനി സൈഡ് പ്രൊഫൈലിൽ നൽകിയിരിക്കുന്നത്. ഫാസ്റ്റ് ചാർജിങ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള മോഡലാണ്. നമുക്ക് 2 ചാർജിങ് പോർട്സ് കാണാം. BYD ഡിസൈൻ എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു NFC കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഈ വാഹനം അൺലോക്ക് ചെയ്ത് പോകാമെന്നുണ്ട്. കാരണം നമ്മുടെ പേഴ്സിലെ ATM കാർഡ് പോലെ ഒരു കാർഡ് വെച്ചാൽ മതി. കാർഡ് ജസ്റ്റ് ഒന്ന് ഇവിടെ സ്വൈപ്പ് ചെയ്യുക, വാഹനം എടുക്കുന്നത്. അതുപോലെ ഈ ഒരു ഫിസിക്കൽ കീ കൈ കൊണ്ട് നടക്കേണ്ട യാതൊരു കാര്യമില്ല. അതൊരു കിടിലൻ ഫീച്ചറാണ്. അപ്പോൾ നമുക്ക് BYD റിയർ സൈഡിലെ ലുക്ക് കാണുമ്പോൾ കാണാം, ഒരു കണക്റ്റിംഗ് ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ്. ആ മെട്രിക്സ് ഇൻഡിക്കേറ്ററാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം. അതിനൊന്ന് ഫ്ലോട്ട് ചെയ്ത് വരുന്ന രീതി ഒരു രക്ഷയില്ല. ഒരു പ്രീമിയം ഫീല് തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ കാണാം, ഷാർപ്പിൻ ആൻറ്റന, റിയർ ഡീഫോഗർ, ബാക്ക് വൈപ്പർ. പിന്നെ ഈ വാഹനത്തിൻ്റെ ഫുൾ ഫോമായ BYD ബിൽഡ് യുവർ ഡ്രീം എന്ന് ഇവിടെ നീളത്തിലൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തൊട്ട് താഴെ ഒരു ക്രോം സ്ട്രിപ്പ് പോകുന്നതായിട്ട് കാണാം. EV ബാഡ്ജിങ് കാണാം. Atto 3 എന്നുള്ളൊരു ബാഡ്ജിങ് അവിടെ കാണാം. Atto 3. അപ്പോൾ നമുക്ക് ബൂട്ട് സ്പേസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് ആണ് വരുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നെറ്റിട്ട് 2 ഭാഗങ്ങളാണ്. അവിടെ എന്തെങ്കിലും ഗ്രോസറീസ് ഒക്കെ നമുക്ക് സൂക്ഷിക്കാനുള്ള സ്പേസ് കമ്പനി കൊടുത്തിട്ടുണ്ട്. ക്ലോസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു 1 ടച്ചിൽ ഇത് ക്ലോസ് ആയി പോകും. എന്നാൽ നമ്മുടെ റിവ്യൂവിന് കുറച്ച് സ്പീഡ് കൂടുതലായിരിക്കും. കാരണം ലൈറ്റ് പോകുന്നതുകൊണ്ടും നമ്മുടെ ഈ വാഹനം പെട്ടെന്ന് തിരിച്ചേൽപ്പിക്കേണ്ടതുകൊണ്ടും കുറച്ച് ക്വിക്ക് റിവ്യൂ ആയിരിക്കും ഇത്. ഇതിൻ്റെ സീൽ എന്ന BYD മോഡൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് അതിൻ്റെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ നമുക്ക് സമയത്തിൻ്റെയും ലൊക്കേഷൻ്റെയും ഒക്കെ ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത്ര സ്പീഡിൽ നമ്മൾ ചെയ്ത് മാറ്റുന്നത്. BYD Atto 3 ഇൻറ്റീരിയർ ഇതാണ് നിങ്ങൾ കാണേണ്ട ഒരു സംഗതി എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാഹനത്തെ ഞാൻ അടുത്തിടെ ഒന്ന് റിവ്യൂ ചെയ്തിട്ടില്ല. നമ്മൾ പല ഫീച്ചേഴ്സ് ലോഡായിട്ടുള്ള വാഹനങ്ങളാണ് ഇപ്പോൾ റിവ്യൂ ചെയ്യുന്നെങ്കിൽ കൂടി ഇത് വളരെ യുണീക്ക് ആയിട്ടുള്ള മറ്റൊരു വാഹനത്തിലും കാണാത്തൊരു ഇൻറ്റീരിയർ തീമാണ്. ഇതിൻ്റെ ഡോർ ഹാൻഡിൽ തന്നെ നിങ്ങളൊന്ന് നോക്കിയതേ. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഇന്നർ ഹാൻഡ് ഡോർ ഹാൻഡിലാണ് ഡോർ ഓപ്പൺ ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു കൺട്രോൾ തന്നെ ആ ഒരു
ട്യൂട്ടറിലാണ് കമ്പനി പ്ലേസ് ചെയ്തിരിക്കുന്നത്. അവിടെ ആംബിയൻ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് വളരെ യുണീക്കായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഡോർ പാഡ്, അതും ഒരു രക്ഷയില്ല. അതൊരു ഗിറ്റാറിൻ്റെ തീമിലാണ് മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത്. ആ ഒരു പോക്കറ്റിലൊക്കെ ഒരു ഗിറ്റാറിൻ്റെ സ്ട്രിക്കും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഒരു രക്ഷയില്ല. ആ ഡോർ ഹാൻഡിലിൻ്റെ ആ പാറ്റേൺ പോയിരിക്കുന്നതായാലും മൊത്തത്തിൽ ഒരു രക്ഷയില്ല. ഈ ഒരു AC വെന്റിൻ്റെ ഗ്രില്ല് തന്നെ നിങ്ങളൊന്ന് നോക്കി. ഒരു വാഹനത്തിൻ്റെ ഗ്രില്ല് കാണുന്ന അതേ ഒരു ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് പ്ലസ് മൈനസ് ചെയ്യാനുള്ള കൺട്രോളും ഒക്കെ കൊടുത്തിരിക്കുന്നത് ഒരു രക്ഷയില്ല. ഇതെല്ലാം ഒരു ഗിമ്മിക്ക് മാത്രമല്ല, ഇതിൻ്റെയൊക്കെ ആ ഒരു ക്വാളിറ്റി, ആ ഒരു ടച്ച് ആൻഡ് ഫീല് കയറി ഇരിക്കുമ്പോൾ കിട്ടുന്ന നമുക്ക് ആ ഒരു എക്സൈറ്റിങ്, ഒരു വൗ ഫാക്ടറൊക്കെ തീർച്ചയായിട്ടും BYD ഇൻറ്റീരിയർ അല്ല അറ്റോത്രയുടെ ഇൻറ്റീരിയർ തീർച്ചയായിട്ടും നമുക്ക് വരുന്നുണ്ട്. വളരെ സ്പോർട്ടി ആയിട്ടുള്ള സ്പോർട്സ് കാറിലൊക്കെ കാണുന്ന രീതിയിലുള്ള സീറ്റ് കാണാം. ആ ഒരു ഇൻ്റഗ്രേറ്റഡ് ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ, അതൊക്കെ ഒരു രക്ഷയില്ല. പിന്നെ നിങ്ങൾ ഓൾറെഡി ഞെട്ടിക്കാണുമെങ്കിലും ഞാനായിട്ട് ഞെട്ടിക്കേണ്ട ഒരു കുറവ് വരുത്തേണ്ടത് ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം. ഇത് ഏകദേശം 10 ഇഞ്ച് കൂടുതൽ കാണും. കറക്റ്റ് കണക്ക് എനിക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും ഇവിടെയൊക്കെ മൊത്തത്തിൽ നോക്കാൻ നേരത്ത് ആ ഒരു 360 ഡിഗ്രി ക്യാമറയുടെ വ്യൂ ഞാൻ നിങ്ങളൊന്ന് കാണിക്കും. ഇത് നോക്കി, നമ്മൾ നേരിട്ട് കാണുന്ന അതിൽ കൂടുതൽ ലൈറ്റിങ്ങും അത്രത്തോളം നമ്മളെ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ടാണ് ഉള്ള വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. അതൊന്നും ഒരു രക്ഷയില്ല. ഗിയർ നോബൊക്കെ തന്നെ കണ്ട ഒരു കോപ്പിറ്റ് ഫീൽ തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. അതുമൊക്കെ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ക്രിസ്റ്റൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുമൊക്കെ ഒരു പ്രീമിയം ഫീൽ, എവിടെ തൊട്ടാലും ഒരു പ്രീമിയം ഫീലാണ് ലഭിക്കുന്നത്. ഡാഷ്ബോർഡൊക്കെ കുറച്ച് ഒതുക്കി അങ്ങ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു വേവ് പാറ്റേൺ ആണ് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഗ്ലൗ ബോക്സ് സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു കളർ തീം നോക്കുവാണെങ്കിൽ ഒരു ഡെനിം ബ്ലൂ കളർ തീമാണ് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത്. അതും ഒരു ഐവറി പാറ്റേണും കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. അതുമൊക്കെ ഒരു പ്രീമിയം ഫീൽ തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളും നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമുക്ക് ചെറിയൊരു മീറ്റർ കൺസോൾ കാണാം. അവിടെയാണ് നമ്മുടെ സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെ വരുന്ന, ഓഡോമീറ്റർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ ഒരു പോർഷനിലായിട്ടായിരുന്നു. അത് മാത്രം എനിക്ക് ചെറിയൊരു പോരായ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. കാരണം ഇത്രയും വലിയൊരു വാഹനത്തിന് ഒരു ചെറിയ മീറ്റർ കൺസോൾ എങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം എല്ലാ ഇൻഫർമേഷൻസും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് ഒക്കെ ഹോൾഡ് ചെയ്യാനായാലും ആ ഒരു കൺട്രോൾസ് ഒക്കെ ആണെങ്കിൽ തന്നെ ഒരു രക്ഷയില്ല. പിന്നെ ഈ ഒരു പൊസിഷനിലായിട്ട് നമ്മൾ കിയ E6 കണ്ട പോലെ ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇത് കോമ്പറ്റീഷൻ വൈസ് ഇത് MG ആസ്റ്ററിനോടൊക്കെയാണ് കോമ്പറ്റ് ചെയ്യുന്നതെങ്കിലും ഇതിൻ്റെ ഇൻറ്റീരിയർ നമ്മളെ ശരിക്കും ഞെട്ടിച്ചത് കിയയുടെ E6 എന്ന മോഡൽ കണ്ടപ്പോഴാണ്. EV6 അതൊരു രക്ഷയില്ല. അത് ഒരു 10-76 ലക്ഷം രൂപ വില വരും. അതിൻ്റെ പകുതി വില ഇതിനുള്ളൂ. എങ്കിലും അതാണ് ഇത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻ നമ്മൾ ഈ അടുത്തിടെ കണ്ടൊരു മോഡൽ. അപ്പോൾ അതിനോട് കടപിടിക്കാവുന്നൊരു വാഹനം തന്നെയാണ് ഇതെന്നാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി. അപ്പോൾ നമുക്ക് ഇതിന് റിയർ സൈഡിൽ പോയിട്ട് അവിടുത്തെ സ്പേസും കംഫർട്ടും ഒക്കെ എങ്ങനെയുണ്ട് നോക്കാം. അതിന് മുമ്പായിട്ട് ഇലക്ട്രിക്കലി നമുക്ക് ഇതിൻ്റെ സീറ്റ് ഡ്രൈവറും കോ ഡ്രൈവറും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് മാക്സിമം ബാക്കിലോട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പൊസിഷൻ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് റിയർ സൈഡിലെ സ്പേസ് നോക്കാം. AC കൺട്രോൾസും ഒക്കെ ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ തന്നെയാണ്. ഫാൻ സ്പീഡും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി ഇവിടെ തന്നെയാണ്. അതിനൊന്നും സെപ്പറേറ്റ് സ്വിച്ച് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഗിയർ നോബിൻ്റെ വശത്തായിട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് ഓട്ടോ ഹിൽ ഹോൾഡിൻ്റെ പരിപാടിയും ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു പൊസിഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുമൊക്കെ മനോഹരമായിട്ട് ഇൻറ്റഗ്രേറ്റ് ഉണ്ട്. ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്കാണ് ഈ വാഹനത്തിൽ വരുന്നത്. അതും അടിപൊളി ഒരു സംഭവം തന്നെയാണ്. ഇനി നമുക്ക് റിയർ സൈഡിൽ പോയിട്ട് അവിടെ എങ്ങനെ നോക്കാം. ഇപ്പോൾ BYDയുടെ റിയർ സൈഡിലാണ് നമ്മളിരിക്കുന്നത്. ഫ്രണ്ട് എത്രത്തോളം കംഫർട്ടായിരുന്നോ അതിനേക്കാൾ കംഫർട്ടബിളാണ് റിയർ സൈഡ് എന്നാണ് പറയേണ്ടത്. കാരണം 3 പേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. സെൻറ്റർ ടണൽ എന്ന് പറഞ്ഞൊരു സാധനം വലിയ ഫ്ലാറ്റ് ഫ്ലോറാണ്, അതുകൊണ്ട് തന്നെ സുഖപ്രദമായിട്ടിരിക്കാം. പിന്നെ ഈ ബാറ്ററി ഫ്ലോറിലാണ് ഇരിക്കുന്നുള്ളതുകൊണ്ട് തന്നെ തൈ സപ്പോർട്ടിൽ ചെറിയൊരു കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ലെഗ് സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്കത് വിഷയമില്ല. പിന്നെ പാനോറാമിക് സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. അതും ഒരു കിടിലൻ ഫീച്ചറാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഫ്രണ്ടിൽ വണ്ടി ലോക്കാണ്. അപ്പോൾ നമുക്ക് ആംറസ്റ്റിലും അത്യാവശ്യം കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ വളരെ യൂണീക്ക് ആയിട്ടുള്ള ഒരു ഇന്നർ ആൻഡ് ഡോർ ഹാൻഡിലാണ്. ഈ ഒരു തരത്തിലാണ് അത് ഓപ്പൺ. അവിടെ കൊടുത്ത പോലെ തന്നെ ഒരു ഗിറ്റാറിൻ്റെ സ്ട്രിങ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഡോർ പോക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇവിടെ കയറി ഇരിക്കുമ്പോൾ നമുക്ക് ഒരു ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള അവിടെ ചെറിയ ഡെനിം ബ്ലൂ മെറ്റീരിയലും ഒരു വൈറ്റ് പാറ്റേൺ എല്ലാം കൂടി നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ എന്ന് പറയുന്നത് ഒരു സ്പോർട്സ് കാർ ഇരിക്കുന്ന ഒരു ഫീൽ തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇവൻ സ്പോർട്സ് തന്നെയാണെന്നാണ് പറയേണ്ടത്. ഇതൊക്കെ നോക്കി ഒരു 1 ടച്ചിൽ അത് ഓഫാവും, 1 ടച്ചിൽ ഓണാവും. അതൊന്നും ഒരു രക്ഷയില്ല. നമ്മുടെ ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളൊക്കെ ഇതൊക്കെ കണ്ട് പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഫീലാണ് തീർച്ചയായിട്ടും ലഭിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഡ്രൈവിലോട്ട് കിടക്കാം. ഇപ്പം നമ്മൾ BYD അറ്റോത്രിയുടെ ഡ്രൈവിലോട്ടാണ് കിടക്കുന്നത്. ഡ്രൈവ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു EV എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മളൊരു EV എടുക്കുമ്പോൾ നമുക്ക് ആ ഇനീഷ്യൽ പിക്കപ്പ് ഭയങ്കരമായിരിക്കും. അപ്പോൾ നമ്മൾ ശരിക്കും ആക്സിലറേറ്റ് ചെയ്ത് എപ്പോഴും വാഹനം ഓടിക്കത്തുള്ളൂ. നമ്മൾ എക്കണോമിക്കലായിട്ട് ഓടിക്കണമെന്ന് ചിന്തിച്ചാൽ പോലും ഇതിൻ്റെ ഈ ഒരു ഇനീഷ്യൽ ടോർക്ക് കാരണം നമ്മളെപ്പോഴും ഇതുപോലെ ഫുൾ ത്രോട്ടിൽ കൊടുത്തേ ഓടിക്കാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ അങ്ങനെ ഞാൻ ഈ വാഹനം ഫുൾ ഓടിച്ചിട്ട് പോലും. ഇപ്പോൾ നമ്മൾ ഷോറൂമിൽ നിന്ന് എടുത്തിപ്പം നമ്മൾ വാക്ക് വേ ഭാഗത്താണ്
ഒരുപാട് ഓടിച്ചു. സിറ്റി ഡ്രൈവിലൂടെ ഇതുപോലെ നല്ല രീതിക്ക് ആക്സിലറേറ്റ് ചെയ്തും സിറ്റി ട്രാഫിക്കിലും ഒക്കെ നമ്മൾ ഒരുപാട് പേര് സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ ഓടിച്ചു. എന്നിട്ട് ഇതിൻ്റെ റേഞ്ചോ അല്ലെങ്കിൽ ബാറ്ററി പെർസെൻറ്റേജോ കാര്യമായ രീതിയിൽ താഴുന്നില്ല എന്നുള്ള കാര്യമാണ്. അത് മറ്റൊരു EVയിലും നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം ടാറ്റ DV ആയാലും MGയുടെ ആയാലും. അതാണ് ഞാൻ പറഞ്ഞത്, ഇവരുടെ ഒരു ടെക്നോളജി ഉണ്ട്, ബ്ലേഡ് ബാറ്ററി ടെക്നോളജി. അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി ടെക്നോളജിയാണ്. ലിഥിയം അയൺ ബാറ്ററിക്ക് ശേഷം ഇനി വരാൻ പോകുന്നൊരു ബാറ്ററി ടെക്നോളജിയാണ്. എന്തിന് നമ്മുടെ മാരുതി വരെ ഇനി കൊണ്ടുവരാനിരിക്കുന്നത് ഇവരുടെ ബാറ്ററി ടെക്നോളജിയാണ്. അപ്പോൾ അത്രത്തോളം റിലയബിൾ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് മാത്രമല്ല, നിങ്ങൾ ഞെട്ടാൻ പോണ മറ്റൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമുണ്ട്. ഈ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഇലക്ട്രിക് ബ്രാൻഡ് എന്ന വീരവാദം മുഴക്കിക്കൊണ്ടിരിക്കുന്ന ടെസ്ല വരെ യൂസ് ചെയ്യുന്നത് BYDയുടെ ബാറ്ററി ആണെന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് പിന്നെ ഞാൻ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അത്രത്തോളം റിലയബിൾ ആണ്. റിയൽ ലൈഫിലും നമുക്ക് കമ്പനി ക്ലെയിം ചെയ്യുന്ന റേഞ്ച് കിട്ടും. അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് BYD Atto 3യെ വ്യത്യസ്തമാക്കുന്നത്. അല്ലെ BYDയുടെ വെഹിക്കിൾസ് ഇപ്പം നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിൽ 3 വാഹനങ്ങളാണ് BYDക്കുള്ളത്. അതിലൊന്ന് E6, രണ്ടാമത് Atto 3, മൂന്നാമത് ഏറ്റവും പുതിയ Seal. ഇത് അത്യാവശ്യം എല്ലാം നല്ല പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് സാധാരണക്കാരിലോട്ട് BYD എത്താത്തത്. പക്ഷെ ഉടനെ തന്നെ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ ഒരു 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നല്ലൊരു ഇലക്ട്രിക് കാർ വരികയാണെങ്കിൽ പിന്നെ BYDയെ പിടിച്ചാൽ കിട്ടത്തില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അപ്പോൾ ഇത്രയൊക്കെയാണ് BYDയുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസും അവരുടെ ടെക്നോളജിയും. അത് മാത്രമല്ല, ഇതിൻ്റെ പവർ നിങ്ങളൊന്ന് കാണിച്ചില്ലെങ്കിൽ അത് ഞാൻ നിങ്ങളോട് ചെയ്യുന്നൊരു തെറ്റായി പോകും. നമ്മളൊരു U-ടേൺ എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുവാണ്. നോക്കട്ടെ, ഒരു ഓപ്പൺ റോഡ് കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ പവറൊന്നും ഞാൻ നിങ്ങളെ കാണിക്കും. ഇപ്പോൾ സ്പോർട്സ് മോഡിലാണ് വാഹനം. നമുക്കത് കാണിക്കാനുള്ള സ്പേസ് ഇല്ല. എങ്കിൽ കൂടി ഏതൊരു പെർഫോമൻസ് കാറിനോടും കെട പിടിക്കുന്ന രീതിയിലുള്ളൊരു ആക്സിലറേഷൻ റെസ്പോൺസ് ആണ് ഇവൻ ലഭിക്കുന്നത്. 0 to 100 ഒക്കെ വിരലിലുണ്ടാവുന്ന സെക്കൻഡ്സ് മതി ഇത് അച്ചീവ് ചെയ്യാൻ. ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു ക്രോസ് ഓവർ വാഹനം രക്ഷയില്ല. കഴിച്ച് ഇവിടെ ഒന്നും ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ 0 to 100 ഒക്കെ കാണിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റിങ്ങിൻ്റെ ഒക്കെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കാം. ഇപ്പോൾ 0 to 100 കാണിക്കാൻ ചെറിയൊരു ഗ്യാപ്പ് കിട്ടി. അപ്പോൾ വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് ഡ്രൈവുമായിട്ട്. അപ്പോൾ പറയാൻ വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഇവൻ്റെ പവർ ടോർക്ക് ഫിഗേഴ്സ് എത്രയാണെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യം കാണും. 204 PS ആണ് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡറിൻ്റെ വരുന്ന അതേ സെയിം പവറാണ്. അത് മാത്രമല്ല, ടോർക്ക് 300 എണ്ണം ടോർക്കും വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ടോർക്കി ആയിട്ടുള്ള പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ളൊരു കാറാണ് BYD Atto 3 എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബൈക്കാരൊക്കെ റോഡിൻ്റെ നടുക്കിട്ട് ഓടിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് സൈഡിൽ കൂടി പൊക്കണം. അതുകൊണ്ട് തന്നെ അതിനുള്ള സ്പേസ് വീണ്ടും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഇത്രയും കിടിലൻ പെർഫോമൻസ് ഉള്ളൊരു വാഹനം കിട്ടിയിട്ട് നമുക്ക് അതിന് കേരളത്തിൽ റോഡ് സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാണ്? അപ്പോൾ വീണ്ടും വൈൻഡപ്പ് ചെയ്തേക്കാം. ഇനിയും ഗ്യാപ്പ് കിട്ടുമോ നോക്കട്ടെ. I-20 ഒന്ന് സഹകരിച്ച അടിപൊളി ഈ ഒരു തരത്തിലുള്ള പെർഫോമൻസ് ആണ്. ഒന്ന് 0 to 100 എത്തി. സന്തോഷമായി. അപ്പൊ മതി നിർത്തി. ഫീച്ചറാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വിട്ടുപോകാനായിട്ട് ചാൻസ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കും. അപ്പോൾ നമുക്കിത് വേണ്ട രീതിക്ക് സീലിന്റെ വീഡിയോയിൽ നമ്മൾ ഇതിന്റെ ക്ഷീണം തീർക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും. അപ്പം ഇത്രയൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.